വളരെ സന്തോഷത്തോടെയും ഇത്തവണ വരുമ്പോൾ അഭിമാനത്തോടെയുമാണ് ഞാൻ ഓൾ സയൻസ് കോളേജിൽ കരുണി മണിമാരുടെ മുമ്പിൽ വന്ന് ഇന്ന് നിൽക്കുന്നത്. രാജ്യത്തിൻ്റെ താല്പര്യം, രാജ്യത്തെ പൗരന്മാരുടെയും താല്പര്യം, അവരുടെ ആവശ്യം, അവരുടെ അത്യാവശ്യം, അവരുടെ ഉത്തരവാദിത്വം, അവരുടെ നിർവഹണ ഉത്തരവാദിത്വം, ഇതിനെ സംബന്ധിച്ചൊക്കെ രൂപകൽപ്പന ചെയ്ത് വിവിധ പദ്ധതികളാണ് രാജ്യത്ത് ആസൂത്രണം ചെയ്തു വരുന്നതും നടപ്പിലാക്കി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സ്വച്ഛ് ഭാരത് മിഷൻ 2014 മുതൽ ഇതിൻ്റെ ഒരു ഡിസൈൻ ആരംഭിച്ച് 2015 രാജ്യത്ത് നിലവിൽ വന്ന സ്വച്ഛ് ഭാരത് മിഷൻ 2016 മുതലാണ് അതിൻ്റെ അനിതര സാധാരണമായ ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സ്വച്ഛതാ പക്വാട എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചു. ജനങ്ങളിലേക്ക്, ലാസ്റ്റ് മൈൽ സിറ്റിസണിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ഹാൻഡിലായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. സ്വച്ഛതാ പക്വാട 2 ആഴ്ച 14 ദിവസവും 15ാമത്തെ കൾമിനേഷൻ ഡേ എന്ന് പറയുന്ന അങ്ങനെ 15 ദിവസം അടങ്ങുന്ന പ്രചരണം, ആചരണം, ദിവ്യ ആചരണം എന്ന നിലയ്ക്കാണ് സ്വച്ഛതാ പക്വാട രാജ്യമെമ്പാടും എല്ലാ ജില്ലകളിലും, എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ ജില്ലകളിലും ഇത് ആചരിച്ച് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിച്ച് ശുചിത്വത്തിൻ്റെയും വൃത്തിയുടെയും കാര്യത്തിൽ പ്രവർത്തന ചിന്താക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഭാഗ്യവശാൽ, വലിയ അനുഗ്രഹവശാൽ ഞാനും കൂടി പങ്കാളിയായ പെട്രോളിയം മിനിസ്ട്രിയാണ്, പെട്രോളിയം ആൻഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രിയാണ് ഇതിൻ്റെ ഫ്ലാഗ് ബെയറേഴ്സ്. ഇവിടെ സ്വാഗത പ്രാസംഗിക പറഞ്ഞതുപോലെ ഇത് പെട്രോളിയം മിനിസ്ട്രി നടത്തുന്ന പരിപാടിയല്ല. ഇത് ഞങ്ങൾക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. ബഹുമാനീയനായ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഞങ്ങൾക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം സത്യപ്രതിജ്ഞ ചെയ്തു വന്ന തൊട്ടടുത്ത മാസം ജൂലൈ മാസത്തിൽ 1 മുതൽ 15 വരെ ഏതാണ്ട് 8 ജില്ലകളിലായി 3 സംസ്ഥാനങ്ങളിലായിട്ട് എനിക്കിതിൻ്റെ പരിപാടികൾ കൊണ്ട് നടത്തുവാൻ സാധിച്ചിരുന്നു. അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് ഈ വർഷം റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. സാന്നിധ്യമില്ലാതെ തന്നെ, എൻ്റെ സാന്നിധ്യമില്ലാതെ, ഒരു കേന്ദ്രമന്ത്രിയുടെയും സാന്നിധ്യമില്ലാതെ, മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരുപക്ഷെ എല്ലാ ജില്ലകളിലും ഇത് കഴിഞ്ഞ 1-ാം തീയതി മുതൽ ആചരിച്ചു പോരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് 2ാമത്തെ പരിപാടിയാണ്. അതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ള ഓൾ സയൻസ് കോളേജിലെ ഈ വേദി അതിനുള്ള അനുവാദം തന്ന, അതിനുവേണ്ടി സഹകരിച്ച് മുൻകൈയെടുത്ത് ഇത്രയും ഭംഗിയായി ഇതിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഓൾ സയൻസ് കോളേജിൻ്റെ മാനേജ്മെൻറ്റിനും, അതുപോലെ തന്നെ സിസ്റ്റർ മേരി, ഇവിടുത്തെ മദർ സുപ്പീരിയർ ആന്മയ്ക്കും, അതുപോലെ തന്നെ ലക്ഷ്മി ടീച്ചറിന്, പിന്നെ പ്രിയങ്കരിയായ ലക്ഷ്മി നായർ, ഞങ്ങൾ പണ്ട് കൈരളി ചാനലിന് വേണ്ടി എനിക്ക് തോന്നുന്നു 2002 തോന്നുന്നു ഒരു ഉണ്ണിയപ്പ പായസം ചെയ്ത, ഉണ്ണിയപ്പ പായസം എന്ന എൻ്റെ പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അതിനുശേഷം യാത്രാമധ്യ എവിടെയെങ്കിലും വെച്ച് കണ്ടതല്ലാതെ, പിന്നെ ഒരു മരണവുമായി ശ്രീമതി ലക്ഷ്മിയുടെ ബന്ധുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടിൽ വെച്ച് തമ്മിൽ കണ്ടതല്ലാതെ ഞങ്ങൾ വളരെ അപൂർവമാണ് കണ്ടുമുട്ടിയിട്ടുള്ളത്. അതിനും വേദി ഒരുങ്ങുന്നു ഓൾ സയൻസ് കോളേജിൻ്റെ ഈ പരിപാടിയും അതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ള ഈ വേദി. ആണെങ്കിൽ ഈ പരിപാടിയുടെ ടെക്നിക്കലായിട്ട് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇത് ഉത്തരവാദപ്പെട്ട കശ്മീർക്കാരിയാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പരിപാടിയുടെ ഹീറോ എന്ന് എനിക്ക് സമ്മതിച്ചു കൊടുക്കുന്നതിലും ഇത് അവരെൻ്റെ സൗകര്യപ്രദമായ സമയം നോക്കി, ദിവസം നോക്കിയൊക്കെ നടത്തുന്ന 7ാമത്തെ 8ാമത്തെ പരിപാടിയാണ്. കഴിഞ്ഞ വർഷവും ഈ വർഷവും ചേർത്ത് നോക്കിയാൽ വളരെ ഏബിളായിട്ടുള്ള, വളരെ കപ്പാസിറ്റിയുള്ള
ഒരു ചീഫാണ് നമുക്ക് സൗകര്യം കിട്ടിയിട്ടുള്ളത്. ലക്ഷദ്വീപിലേക്ക് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വലിയ മുന്നേറ്റം പെട്രോളിയം ആൻഡ് ഓൾസോ LPG അവിടുത്തെ ജനങ്ങൾക്ക് ഒരുപക്ഷെ വലിയ അനുഗ്രഹമായി തീരുന്ന ഒരുപാട് മേൽ നടപടികൾ കൈക്കൊണ്ട വനിതയിൽ കൂടിയാണ് ദീപിക വർമ്മ. ആയനയ്ക്ക് അതുപോലെ തന്നെ സദസ്സിലെ അധ്യാപകർക്ക്, അനധ്യാപകർക്ക്, വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾക്ക്, 2 റിസർച്ച് സ്കോളേഴ്സ് ഉണ്ടെന്ന് പറയുന്ന എൻ്റെ പക്ഷക്കാരെ, അവർക്കും ബാക്കി എല്ലാവർക്കും, അനധ്യാപകർക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും, അതുപോലെ തന്നെ മാധ്യമ പ്രതിനിധികൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ വലിയ നമസ്കാരം. സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയുടെ ഭാഗമായി നിങ്ങളെ കാണാനും സംസാരിക്കാനും പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ഞാൻ അറിയിക്കുന്നു. വൃത്തിയും വെടുപ്പുമുള്ള ഒരു ഭാരതം നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. സ്വച്ഛ് ഭാരത് മിഷൻ ഒരു സർക്കാർ പദ്ധതിക്കപ്പുറത്ത് ശുചിത്വത്തിനായുള്ള ഒരു ചരിത്രപരമായ ജനകീയ മുന്നേറ്റമാണ്. ജൽശക്തി മന്ത്രാലയം നൽകുന്ന കണക്കുകൾ പ്രകാരം 2019 ഇന്ത്യയിൽ 10 കോടിയിലധികം വീടുകളിൽ ടോയ്ലറ്റുകൾ പണിയാൻ സാധിച്ചു. ഇതിലൂടെ രാജ്യം ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ എന്ന ഒരു വേഷമെടുത്ത് അണിയാൻ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മാറിയതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയും. നമ്മുടെ ഗ്രാമങ്ങൾ ഇപ്പോൾ ODS ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ പ്ലസ് പദ്ധതിയിലേക്ക് മുന്നേറുകയാണ്. അതായത് ഖനവും ദ്രാവകവുമായ മാലിന്യങ്ങൾ ശരിയായി സംസ്കരിച്ച് ശുചിത്വത്തിൽ മികച്ച മാതൃക ആയിരിക്കുകയാണ്. ഇത് ഒരുപാട് ജലജന്യ രോഗങ്ങൾ കുറയാനും നമ്മുടെ പുതിയ തലമുറ ആരോഗ്യമുള്ളവരായി വളരാനും വലിയ സഹായം ചെയ്തതായി ലോകാരോഗ്യ സംഘടന WHO സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ശുചിത്വ പ്രസ്ഥാനത്തിൽ നമ്മുടെ യുവതലമുറയും വിദ്യാലയങ്ങളും വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. നിങ്ങളാവണം സ്വച്ഛതയുടെ പ്രചാരകർ, നിങ്ങളാവണം സ്വച്ഛതയുടെ പ്രവർത്തകർ. അതുകൊണ്ട് വീട്ടിലോ കോളേജിലോ എവിടെയായാലും വൃത്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കി നടപടികൾ കൈക്കൊള്ളണം. വൃത്തിയുള്ള ടോയ്ലറ്റുകളും കുടിവെള്ളവും ഓരോ സ്കൂളിലും കോളേജിലും ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മാത്രമല്ല, വൃത്തിയുള്ള ഒരു ചുറ്റുപാട് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് ശുചിത്വം ഒരു വിഷയമായിട്ട് കണക്കാക്കരുത്. അത് ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. You be the preacher of Swachhata and be a model for the rest of the world. സ്വച്ഛതാ പ്രോജക്റ്റ് വിജയിക്കാൻ സർക്കാർ മാത്രം ശ്രമിച്ചാൽ ഒട്ടും മതിയാവില്ല. നിങ്ങൾ അതുപോലെ തന്നെ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം വളരെ അത്യാവശ്യമാണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നേടാൻ ജനങ്ങളുടെ പങ്ക് നിർണായകമാണെന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ശുചിത്വം മാത്രമല്ല, പരിസ്ഥിതി സംരക്ഷണവും അത്ര തന്നെ പ്രധാനപ്പെട്ടതാണ്. മരങ്ങൾ നടുന്നത് വായുവിലുള്ള കാർബൺ ആഗിരണം ചെയ്യാനും ശുദ്ധവായു ലഭിക്കുവാനും ജൈവ വൈവിധ്യം സംരക്ഷിക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തെ തടയാനും ഒക്കെയാണ്. ആയതിനാൽ നിങ്ങൾ ഓരോരുത്തരും ഒരു വൃക്ഷത്തൈ നട്ട് അത് വളർത്തിയാൽ അത് ഭാവിക്ക്, നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് നല്ലൊരു സംഭാവനയായി മാറും. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നത് നമ്മുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്വമായിട്ട് നിങ്ങൾ എല്ലാവരും എടുക്കണം, കണക്കാക്കണം. സ്വച്ഛതയിലെ മാറ്റം നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. നമുക്ക് ഒരുമിച്ച് വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കാം. നല്ലൊരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ മരം നടുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ച ഒരു പ്രചരണത്തിന്റെ ഒരു ഹാൻഡിലല്ല, മറിച്ച് കഴിഞ്ഞ ഒരു 10-12 വർഷമായി ഇപ്പോൾ
കേരളത്തിൽ 1 കോടി തെങ്ങ് എന്ന് പറയുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 2021 അതിനു മുമ്പുമുണ്ട്. അന്ന് പ്രചരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഐറ്റം, നടുന്ന ഓരോ മരത്തിൽ ആ മരം ബയോളജിക്കലി ഫിസിയോളജിക്കലി നമുക്ക് എന്തുമാത്രം ഗുണമാണ്, ഒട്ടും ദോഷം ചെയ്യാത്ത മരങ്ങൾ ഏത് എന്ന് പറയുന്നത് കൃത്യമാണ് ബൊട്ടാനിക്കൽ എക്സ്പേർട്സിന്റെ നിർദ്ദേശത്തോടെ അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടെ നമുക്ക് കണ്ടെത്തി നടാൻ സാധിക്കും. സോഷ്യൽ ഫോറസ്ട്രി നൽകുന്ന മരങ്ങളെല്ലാം നട്ടുപിടിച്ചതിന്റെ ഒരു ആവലാതി ഇന്നും ഒരുപക്ഷെ മണ്ണിനെ വിശ്വസിച്ച് ജീവിക്കുന്ന കർഷകന്റെയും മനുഷ്യരുടെയും, ആ കർഷകന്റെ ഔട്ട്പുട്ട് വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെയും ഒക്കെ ആവലാതിക്ക് വലിയ വർധന ഉണ്ടായിരുന്നു. അപ്പൊ നടുന്ന മരം ഏതാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. പോളൻ വിതറിംഗ് പ്ലാന്റ്സ് കഴിവതും ഒഴിവാക്കണം. സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന മുഴുവൻ അങ്ങനെയുള്ള മരങ്ങളാണ്. ഒരുപക്ഷെ ഇവിടെ ഇതിന് ഈ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം നിങ്ങളെ വന്ന് കണ്ട് അഭിസംബോധന ചെയ്യാൻ പോകുന്ന ഓൺ വീഡിയോ ബോർഡ് ശ്രീമദ് നാരായൺ, ഈസ് എൻ എൻവയൺമെന്റലിസ്റ്റ്. അദ്ദേഹം പറയുന്നത് കേട്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ആ പറയുന്നതിനോടൊപ്പം ഒരു വരി കൂടി ഞാൻ ചേർക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവർ, എൻ്റെ വീട്ടിൽ ഓഫീസ് വളപ്പിൽ നിൽക്കുന്ന മരം 2014 ഞാൻ രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് വന്ന് ഏപ്രിൽ മാസത്തിൽ തൊട്ട് ചേർന്ന് വന്ന് ചിങ്ങമാസത്തിൽ ഓണത്തിന്റെ സമയത്ത് ശ്രീ ഒ രാജഗോപാൽ വന്നാണ് ഒരു ലക്ഷ്മി തരും അവിടെ നടന്നത്. അന്ന് അവരിട്ട പേര് പ്രേം നസീർ എന്നാണ്. ഇന്നെനിക്ക് നസീർ സാർ അവിടെ തണുപ്പും എൻ്റെ ആ ഓഫീസ് കെട്ടിടത്തിന്റെ സൈഡിൽ ഒരുക്കുന്നു എന്ന് പറയുന്നത് വളരെ അഭിമാനം. കാരണം എൻ്റെ ഫ്രട്ടേണിറ്റിയുടെ ഒരു തലതൊട്ടപ്പൻ എന്നൊക്കെ പറയാവുന്ന 3 പേരിൽ ഒരാളാണ് നസീർ സാർ. 3 പേരല്ല, ഇങ്ങനെ 100 കണക്കിന് പേരുണ്ട്. എങ്കിലും ഒരു വലിയ വ്യവസായമായി ഇത് മാറ്റുന്നതിന് ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച സ്വാർത്ഥ സേവനം ഒരുപക്ഷെ നിർവഹിച്ച മഹാനായ കലാകാരന്റെ പേരിൽ ഒരു തണല് ഞാൻ വളരെ സുഖത്തിൽ അനുഭവിക്കുന്നു. അതുപോലെ നമ്മുടെ മുത്തശ്ശന്മാരുടെയോ ഗുരുക്കന്മാരുടെയോ മാതാപിതാക്കളുടെയോ ഒക്കെ സുഹൃത്തുക്കളുടെ ഒക്കെ പേരിട്ട് ഇതിനെ പരിപാലിച്ച് സ്നേഹിച്ച് ഒന്ന് വാരി പുണരാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വന്നാലേ നമുക്ക് മനുഷ്യനും മരവും മണ്ണും മൃഗവും എന്ന് പറയുന്ന ഒരു 4 കോണറുകളൊന്ന് കൂട്ടിമുട്ടിക്കാൻ സാധിക്കും. ഇത് 4 മനുഷ്യന്റെ വളരെ അനിവാര്യങ്ങളായ ഘടകങ്ങളാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ നന്മയും നേരുന്നു. ഇതിന് വേദി ഒരുക്കിയപ്പോൾ അതിന് ഇൻപറ്റസ് പകരാനായി എത്തിയ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഓൾ സയൻസ് കോളേജിലെ സ്വച്ഛത പക്വാട പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കുറ്റ്യാടി തെങ്ങ് ഞാൻ സിസ്റ്റർ മേരിയോട് പറഞ്ഞിട്ടുണ്ട്. ഒരു 500 വരെ തെങ്ങ് നൽകാൻ തയ്യാറാണ്. ഈ ഒരു ക്യാമ്പസിനകത്ത് എവിടെയൊക്കെ തെങ്ങ് നടാൻ പറ്റുന്നു, ഒരു 7-8 വർഷം കഴിഞ്ഞ് നല്ല ഗുണമേന്മയുള്ള തേങ്ങ ആളുകൾക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് വളരെ നെയ്മായിട്ടുള്ള എക്സ്ക്യൂസാണ്. ഇന്ന് വെളിച്ചെണ്ണയുടെ വില എത്ര? നിങ്ങൾ പെൺകുട്ടികൾ തീർച്ചയായിട്ടും അറിയാം. വീട്ടിൽ നിങ്ങൾ അടുക്കളയിലൊന്നും കയറുന്നില്ലെങ്കിൽ അമ്മമാരെങ്ങനെയാണ് വീട്ടിലൊരു ബഡ്ജറ്റ് മാനേജ് ചെയ്യുന്നത്? ഏതാണ്ട് 500 രൂപയുള്ള അടുത്ത്. അപ്പൊ തേങ്ങയുടെ വിലയാണ്. നമ്മുടെ തെങ്ങ് മുഴുവൻ മുറിച്ചു. തമിഴ്നാട്ടിൽ ഗുണമേന്മയുണ്ടോ എന്നുള്ളത് ചർച്ചാ വിഷയമാണ്. അത് വളരെ ശാസ്ത്രീയമായ കാര്യമാണ്. അത് അവർ തന്നെ പറയും. പക്ഷെ കേരളത്തിൽ ഉണ്ടാകുന്ന തണ്ടലിലുള്ള നാളികേരം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വേറെ ഒരു മണ്ണിലും ഉണ്ടാകില്ല. അങ്ങനെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ കേരളം എന്ന് അറിയപ്പെടുന്നത്. അപ്പോ 1 കോടി തെങ്ങ് 2021 മുതൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചിരുന്നെങ്കിൽ 2030 ആവുമ്പോഴേക്കും നമുക്ക് ഏതാണ്ട് ഒരു ഒഴിക്ക് 24 തേങ്ങ. ഒരു വർഷം 50 ദിവസം 55 ദിവസമാണ് ഒരു ഒഴി മറിഞ്ഞു വരാൻ. അതിൽ കന്നിക്കൂലി എന്ന് പറയുന്ന കന്നിമാസത്തിന്റെ ഒരു ഒഴി നമ്മൾ ഒഴിവാക്കും. കാരണം അത് കൂലിയായിരിക്കും. അത്ര പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്ന ഒരു സീസൺ അല്ല. ഇപ്പൊ സീസൺ ഇങ്ങനെ മാറി വന്നു വരുന്നതുകൊണ്ട് അത് ഏത് മാസമാണെന്ന് വ്യക്തമായി പറയാൻ പറ്റും. അപ്പൊ ഏതാണ്ട് 6 ഒഴി നമുക്ക് 5.5
ഒഴി, 5.25 ഒഴി നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു അല്ലെങ്കിൽ 25 തേങ്ങ ഒരു തെങ്ങിൽ നിന്ന്, അപ്പോൾ 25 കോടി തേങ്ങ. അങ്ങനെ ഒരു വർഷം എത്ര തേങ്ങ? ഏതാണ്ട് 3,000-3,500 കോടിയുടെ തേങ്ങയാണ് ഒരുപക്ഷെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഒരു ഫോക്കസ് വെച്ചുകൊണ്ട് അത് കുറ്റ്യാടി തെങ്ങ് തന്നെ വേണം. 3-ാം വർഷം പോയി അതിന്റെ താഴെ നിന്ന് സൗകര്യത്തിൽ നമ്മുടെ നെഞ്ചിൻ പൊക്കത്തിൽ ഉണ്ടാകുന്ന തേങ്ങാക്കൊലയിൽ നിന്ന് തേങ്ങ ഇടാൻ എന്നൊന്നും നമ്മൾ ദുരാഗ്രഹം വയ്ക്കാൻ പാടില്ല. നല്ല ക്വാളിറ്റിയുള്ള, നല്ല ഫൈബർ കണ്ടന്റുള്ള, നല്ല എണ്ണ ഒരുപക്ഷെ നമുക്ക് സ്ക്വീസ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വാളിറ്റി കോക്ക്, അതിന്റെ പ്രൊഡക്ഷൻ വ്യാപൃതരാകാൻ എനിക്ക് തോന്നുന്നു വിദ്യാലയങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. അതിൻ്റെ ഒരു മോഡലായിട്ട് ഞാനിവിടെ എത്ര തെങ്ങ് വയ്ക്കാൻ 500 തൈ വരെ ഇപ്പോൾ ഉണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അത് കൊണ്ട് തരുന്നവർ ഇവിടെ കൊണ്ടെത്തിച്ചോ. സെസ ഒരു NGO ഉണ്ട്, സെസയുടെ ഡോക്ടർ സുരേഷാണ് കൊണ്ടുവന്ന് എത്ര എണ്ണം വയ്ക്കാൻ പറ്റുമോ അതല്ല മറ്റിടങ്ങളുള്ള ആർക്കെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി വെക്കണമെങ്കിൽ വലിയ ഗ്രോ ബാഗ് മാത്രം കൊണ്ടുവന്നാൽ അതിനകത്തേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ട് അങ്ങനെ ഒരു ഉദ്യമത്തിൽ കൂടി നിങ്ങൾ പങ്കുചേർന്ന് ഹൗസ് സയൻസ് കോളേജ് ട്രിവാൻഡ്രത്തിന് ഒരു മാതൃകയാവണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കും. എല്ലാവർക്കും